നമസ്കാരം. UK സ്പെഷ്യൽ ന്യൂസിലേക്ക് സ്വാഗതം. UKയുടെ അടുത്ത പ്രധാനമന്ത്രിയാകാനുള്ള സാധ്യത ശക്തമാക്കി ലേബർ നേതൃത്വ സ്ഥാനാർത്ഥി ആൻഡി ബെൻഹാമിന് നാമനിർദ്ദേശ നടപടികളുടെ ആദ്യ ദിനം തന്നെ 322 പാർലമെന്റ് അംഗങ്ങളുടെ പിന്തുണ ലഭ്യമായി. എതിരില്ലാതെ പാർട്ടി നേതാവായി തിരഞ്ഞെടുക്കപ്പെടാൻ ആവശ്യമായ പരിധിയിലെത്താൻ ഒരു MPയുടെ പിന്തുണ കൂടി മാത്രമാണ് ഇനി വേണ്ടത്. മറ്റൊരു സ്ഥാനാർത്ഥിയും നിലവിൽ മത്സരരംഗത്ത് എത്തിയിട്ടില്ലാത്തതിനാൽ ബെൻഹാമിന്റെ വിജയം ഏറെക്കുറെ ഉറപ്പായെന്നും രാഷ്ട്രീയ നിരീക്ഷകർ. പാർട്ടിക്കുള്ളിലെ പ്രവർത്തന രീതിയിൽ മാറ്റം കൊണ്ടുവരുമെന്നും ലേബർ MPമാരുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും ബെൻഹാം വ്യക്തമാക്കിയിട്ടുണ്ട്. MPമാരുടെ പ്രതിവാര യോഗങ്ങളിൽ പങ്കെടുക്കുമെന്നും പാർലമെന്റിലെ പ്രധാന വിഷയങ്ങൾ അവർക്കൊപ്പം പ്രവർത്തിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. നാമനിർദ്ദേശ നടപടികൾ പൂർത്തിയാകുന്നതുവരെ ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി കാത്തിരിക്കേണ്ടി വരും. മറ്റൊരു സ്ഥാനാർത്ഥി ആവശ്യവുമായി പിന്തുണ നേടിയ രംഗത്തെത്താത്ത പക്ഷം ബെൻഹാം എതിരില്ലാതെ ലേബർ നേതാവായി പ്രഖ്യാപിക്കപ്പെടും. ഭരണകക്ഷിയുടെ നേതാവാകുന്നതോടെ അദ്ദേഹം UKയുടെ അടുത്ത പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുന്നതിനുള്ള നടപടികളും ആരംഭിക്കും. UKയിലെ രാഷ്ട്രീയ പാർട്ടികൾക്കും തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികൾക്കും വ്യക്തികൾക്കും കമ്പനികളും സംഘടനകളും നൽകുന്ന സാമ്പത്തിക സംഭാവനകൾക്ക് കർശനമായ നിയമവ്യവസ്ഥകളും സുതാര്യത ഉറപ്പാക്കുന്ന നിയന്ത്രണങ്ങളും നിലനിൽക്കുന്നു. വോട്ടർ പട്ടികയിലുള്ള വ്യക്തികൾ, UKയിൽ രജിസ്റ്റർ ചെയ്ത നിയമാനുസൃതമായി പ്രവർത്തിക്കുന്ന കമ്പനികൾ, ട്രേഡ് യൂണിയനുകൾ, അംഗീകൃത സംഘടനകൾ എന്നിവയ്ക്കാണ് സാധാരണയായി സംഭാവന നൽകാൻ നിയമപരമായി അനുമതിയുള്ളത്. പാർട്ടികൾക്ക് ലഭിക്കുന്ന 500 പൗണ്ടിന് മുകളിലുള്ളതും സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുന്ന 50 പൗണ്ടിന് മുകളിലുള്ളതുമായ തുകകൾ അംഗീകൃത ഉറവിടങ്ങളിൽ നിന്നായിരിക്കണം. രാഷ്ട്രീയ സംഭാവനകളുടെ സുതാര്യത ഉറപ്പാക്കുന്നതിനായി തുക നൽകിയ വ്യക്തിയുടെയോ സ്ഥാപനത്തിന്റെയോ പേര്, തുക, തീയതി എന്നിവ പൊതുജനങ്ങൾക്ക് പരിശോധിക്കാവുന്ന ഔദ്യോഗിക രജിസ്റ്റർ രേഖപ്പെടുത്തേണ്ടതുണ്ട്. നിലവിലെ വ്യവസ്ഥയനുസരിച്ച് ഒരു വർഷത്തിനിടെ 11,180 പൗണ്ടിന് മുകളിൽ സംഭാവനകൾ ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യണം. സമീപകാലത്ത് വൻതോതിലുള്ള സംഭാവനകൾ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് എത്തിയതോടെ പരമാവധി പരിധി നിശ്ചയിക്കണമെന്ന ആവശ്യം ശക്തമാക്കിയിട്ടുണ്ട്. MPമാർക്ക് പാർലമെന്ററി സ്ഥാനവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായോ ലഭിക്കുന്ന 300 പൗണ്ടിന് മുകളിലുള്ള സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും രജിസ്റ്റർ രേഖപ്പെടുത്തണം. സമ്മാനത്തിന്റെ മൂല്യം 500 പൗണ്ടിന് മുകളിലാണെങ്കിൽ അത് നൽകുന്ന വ്യക്തിയോ സ്ഥാപനമോ അംഗീകൃത ഉറവിടമായിരിക്കണം. നൈജൽ ഫരാജിന് ലഭിച്ച 5 മില്യൺ പൗണ്ടിന്റെ സമ്മാനം വ്യക്തിപരമാണോ രാഷ്ട്രീയ സ്വഭാവമുള്ളതാണോ എന്ന വിഷയത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. റിഫോം UKയ്ക്ക് വോട്ട് ചെയ്യാത്തവർ, നിയമവിരുദ്ധ കുടിയേറ്റക്കാരായ കുറ്റവാളികളെയും ബലാത്സംഗ കേസുകൾ പ്രതികളായവരെയും സ്വന്തം വീടുകൾ താമസിപ്പിക്കണമെന്ന ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മേയർ സ്ഥാനാർത്ഥി സിയാൻ ആറ്റ്സ്ലിയുടെ പരാമർശം വൻ വിവാദത്തിലേക്ക്. ഗ്രീൻ പാർട്ടി MPയോ ഗ്രീൻ പാർട്ടി നിയന്ത്രിക്കുന്ന കൗൺസിലുള്ള പ്രദേശങ്ങളിൽ കുടിയേറ്റ തടങ്കൽ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിന് മുൻഗണന നൽകുമെന്ന റിഫോം UKയുടെ നയം സമൂഹ മാധ്യമത്തിൽ പങ്കുവെക്കുന്നതിനിടെയാണ് ആറ്റ്സ്ലി വിവാദ പരാമർശം നടത്തിയത്. പരാമർശത്തിനെതിരെ ലേബർ പാർട്ടി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ എതിരാളികൾ ശക്തമായ വിമർശനവുമായി രംഗത്തെത്തി. ജനങ്ങൾ ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശങ്ങളെ ശിക്ഷിക്കുകയോ പ്രതിഫലം നൽകുകയോ ചെയ്യുമെന്ന സമീപനം ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് ലേബർ പാർട്ടി ചെയർ അന്ന ടർലി ആരോപിച്ചു. എന്നാൽ പ്രസ്താവന പിൻവലിക്കാൻ ആറ്റ്സ്ലി തയ്യാറായില്ല. ജൂലൈ 30 നടക്കുന്ന ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മേയർ ഉപതെരഞ്ഞെടുപ്പിൽ ലേബർ സ്ഥാനാർത്ഥി വെബ് ക്രെയിനാണ് നിലവിൽ മുൻതൂക്കമെന്നാണ് വിലയിരുത്തൽ. ആൻഡി ബെൻഹാം മേക്കർഫീൽഡ് പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് മാറിയതിനെ തുടർന്നാണ് മേയർ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. മുൻ കൺസർവേറ്റീവ് മന്ത്രിയും റിഫോം UK അംഗവുമായ ആൻ വിറ്റ്കോംബിനെ ഡെവോണിലെ വസതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഗുരുതരമായ പരിക്കുകളോടെയാണ് 78-കാരനായ വിറ്റ്കോംബിന്റെ മൃതദേഹം വ്യാഴാഴ്ച കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 26 വയസ്സുകാരനായ യുവാവിനെ കൊലപാതക സംശയത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തു. 1987 മുതൽ 2010 വരെ 23 വർഷം പാർലമെന്റ് അംഗമായിരുന്ന അവർ ജോൺ മേജർ സർക്കാരിൽ വിവിധ മന്ത്രിസ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. പാർലമെന്റിൽ നിന്നും വിരമിച്ച ശേഷം 2019 ബ്രെക്സിറ്റ് പാർട്ടിയിൽ ചേർന്ന അവർ പിന്നീട് റിഫോം UKയുടെ ഭാഗമായി രാഷ്ട്രീയ പ്രവർത്തനം തുടർന്നു. രാഷ്ട്രീയ ജീവിതത്തിന് പുറമെ ബ്രിട്ടീഷ് ടെലിവിഷൻ രംഗത്തും വിഡിക്കോം വലിയ ജനശ്രദ്ധ നേടി. സ്ട്രിക്ട്ലി കം ഡാൻസിംഗ്, സെലിബ്രിറ്റി ബിഗ് ബ്രദർ, ഹാവ് ഐ ഗോട്ട് ന്യൂസ് ഫോർ യു തുടങ്ങിയ പരിപാടികളിൽ അവർ പങ്കെടുത്തു. വിഡിക്കോമിന്റെ മരണത്തിൽ രാഷ്ട്രീയ മാധ്യമ രംഗങ്ങളിലെ നിരവധി പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. വർഷങ്ങൾക്കു ശേഷം തന്റെ പേരക്കുട്ടികളെ നേരിട്ട് കണ്ട് ചാൾസ് രാജാവും കാമില്ല രാജ്ഞിയും ഹൈഗ്രൂവിലെ ഹാരിക്കും മേഗനും മക്കൾക്കുമായി ഒരു സ്വകാര്യ വിരുന്നൊരുക്കുകയായിരുന്നു. രാജാവിന്റെ ഗ്ലസ്റ്റർഷെയറിലെ സ്വകാര്യ വസതിയിലായിരുന്നു വിരുന്ന്. ഓക്സ്ഫോർഡ്ഷെയറിലെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തതിനു ശേഷമായിരുന്നു രാജാവ് എത്തിയത്. ബിർമിംഗ്ഹാമിലെ ഒരു പൊതു ചടങ്ങിൽ പങ്കെടുത്ത് ഹാരിയും അവിടെ എത്തിച്ചേരുകയായിരുന്നു. 2022 കണ്ടതിനു ശേഷം ചാൾസ് രാജാവ് തന്റെ പേരക്കുട്ടികളായ ആർച്ചി രാജകുമാരനെയും
ലിലിബെറ്റ് രാജകുമാരിയെയും ഇപ്പോഴാണ് നേരിട്ട് കാണുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഹാരിയെ രാജാവ് നേരിട്ട് കണ്ടിരുന്നു. ബ്രിട്ടീഷ് സന്ദർശനത്തിനിടെ ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ താമസിക്കുവാൻ ഹാരിക്കും കുടുംബത്തിനും ക്ഷണം ലഭിച്ചിട്ടുണ്ട് എന്ന ഹാരി PR ടീമിന്റെ അവകാശവാദത്തെ പക്ഷേ കഴിഞ്ഞയാഴ്ച പരസ്യമായി തന്നെ രാജാവ് നിഷേധിച്ചിരുന്നു. ഇപ്പോൾ വിരുന്നിനുള്ള ക്ഷണം ഹാരി സ്വീകരിച്ചിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ഹാരി ബ്രിട്ടനിൽ കുടുംബസമേതം എത്തിയത്. തൊട്ടടുത്ത ദിവസം തന്നെ ഡെയിലി മെയിൽ പ്രസാധകർക്കെതിരെ കേസിൽ ഹൈക്കോടതി ഹാരിക്കെതിരായ വിധി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ബർമിംഗ്ഹാമിൽ നടക്കാനിരിക്കുന്ന ഇൻവിക്കറ്റസ് ഗെയിംസിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഹാരി ബ്രിട്ടനിൽ എത്തിയിരിക്കുന്നത്. അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ ദിവസം തുടക്കം കുറിച്ചിരുന്നു. വിരുന്നിനെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്താൻ ബക്കിംഗ്ഹാം കൊട്ടാരം വിസമ്മതിച്ചു. അതിന്റെ ചിത്രങ്ങളും അവർ പങ്കുവച്ചിട്ടില്ല. ഹാരിയും കുടുംബവും രാജാവുമൊത്ത് വിരുന്ന് ആസ്വദിക്കുമ്പോൾ സഹോദരൻ വില്യം വിൻസറിനും ഒരു ചാരിറ്റി പോൾ മാർച്ചിൽ പങ്കെടുക്കുകയായിരുന്നു. ഈ വർഷത്തെ മൂന്നാമത്തെ ശക്തമായ ഉഷ്ണതരംഗം UK പിടിച്ചുലയ്ക്കവേ രാജ്യത്ത് ജലക്ഷാമം രൂക്ഷമാകുന്നു. ഇതിനോടകം തന്നെ 4 കോടിയിലധികം ആളുകളോട് വെള്ളം മിതമായി ഉപയോഗിക്കാൻ ജലവിതരണ കമ്പനികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏകദേശം 1.1 കോടി ആളുകൾക്ക് ഹോസ് പൈപ്പ് ഉപയോഗിക്കുന്നതിന് നേരിട്ട് നിരോധനം ഏർപ്പെടുത്തി. നിലവിൽ 5 വിതരണ കമ്പനികളാണ് കടുത്ത നിയന്ത്രണങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്നത്. ഇതോടെ പൂന്തോട്ടങ്ങൾ നനയ്ക്കുക, പുൽത്തകിടികൾ വെള്ളമൊഴിക്കുക, വാഹനങ്ങൾ കഴുകുക, കുട്ടികളുടെ പൂളുകൾ നിറയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ഹോസ് പൈപ്പ് ഉപയോഗിക്കുന്നത് വിലക്കിയിരിക്കുകയാണ്. കൂടാതെ ഏകദേശം 1.3 കോടി ഉപഭോക്താക്കളോട് വെള്ളം അത്യാവശ്യ ആവശ്യങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്താനും മിതമായി ഉപയോഗിക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാധാരണ ഇത്തരം മുന്നറിയിപ്പുകൾക്ക് പിന്നാലെയാണ് പൂർണ്ണ ഹോസ് പൈപ്പ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഡെർബിയർഷെയറും ഹെഡ്ഫോർഡ്ഷെയറും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ താപനില 35 ഡിഗ്രി സെൽഷ്യസിന് മുകളിലെത്തി. ബെഡ്ഫോർഡ്ഷെയർ, ബെർക്ക്ഷയർ, സറി തുടങ്ങിയ പ്രദേശങ്ങൾ 38 ലക്ഷം ഉപഭോക്താക്കളുടെ ഉടൻ തന്നെ ജല ഉപഭോഗം നിയന്ത്രിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത വെള്ളിയാഴ്ച മുതൽ അവിടെയും പൂർണ്ണ ഹോസ് പൈപ്പ് നിരോധനം നിലവിൽ വരും. സദേൺ വാട്ടർ ഹാംഷെയർ, ഐൽ ഓഫ് വൈറ്റ് എന്നിവിടങ്ങളിൽ ഏകദേശം 10 ലക്ഷം ഉപഭോക്താക്കൾക്കായും ഹോസ് പൈപ്പ് നിരോധനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡീസൽ വാഹനങ്ങളിലെ മലിനീകരണ പരിശോധനകൾ കൃത്രിമം നടത്തിയെന്നാരോപിച്ച് സമർപ്പിക്കപ്പെട്ട ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കർജിയിൽ വാഹന നിർമ്മാതാക്കൾക്ക് അനുകൂല വിധി. 5 പ്രമുഖ വാഹന കമ്പനികൾക്കെതിരെ UK-യിൽ 16 ലക്ഷത്തോളം വാഹന ഉടമകൾ നൽകിയ കേസിലെ ഭൂരിഭാഗം ആരോപണങ്ങളും ഹൈക്കോടതി തള്ളി. മെഴ്സിഡസ് ബെൻസ്, ഫോർഡ്, നിസാൻ, റെനോ, പ്യൂഷോ, സിൻട്രോൺ എന്നീ കമ്പനികളുടെ 20 മാതൃകാ വാഹനങ്ങളാണ് കേസിന്റെ ആദ്യഘട്ടത്തിൽ കോടതിയുടെ പരിഗണനയിലെത്തിയത്. പരിശോധന നടക്കുന്ന സാഹചര്യം പ്രത്യേകം തിരിച്ചറിഞ്ഞ് മലിനീകരണ തോത് മനഃപൂർവ്വം മാറ്റുന്നതിനായി രൂപകൽപ്പന ചെയ്ത സംവിധാനങ്ങൾ മാത്രമേ നിരോധിത ഉപകരണങ്ങളുടെ പരിധിയിൽ വരൂ എന്നാണ് കോടതിയുടെ നിരീക്ഷണം. അതേസമയം മെഴ്സിഡസ് വാഹനത്തിലും 2 പ്യൂഷോ, സിൻട്രോം മാതൃകകളിലും ഉപയോഗിച്ച സാങ്കേതിക സംവിധാനം നിയമവിരുദ്ധമായിരിക്കാമെന്നും കോടതി കണ്ടെത്തി. കോടതി വിധി തങ്ങൾക്ക് വലിയ ആശ്വാസമാണെന്നും വാഹന നിർമ്മാതാക്കൾ പ്രതികരിച്ചപ്പോൾ വാഹന ഉടമകളെ പ്രതിനിധീകരിച്ച അഭിഭാഷകർ കടുത്ത നിരാശ രേഖപ്പെടുത്തി. വിധിക്കെതിരെ അപ്പീൽ നൽകുന്ന കാര്യം പരിഗണിക്കുമെന്നും അവർ അറിയിച്ചു. നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം ഇനിയും വന്നിട്ടില്ല. ബെഡ്ഫോർഡ്ഷെയറിൽ ഗ്രേറ്റ് ഡെൻഹാമിൽ ഭാര്യയെയും 2 പെൺമക്കളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിൽ 45-കാരനായ എൻഡോഡാന മഹ്യാനഷിഷുമയ്ക്കെതിരെ 3 കൊലക്കുറ്റങ്ങൾ ചുമത്തി. ബ്രിട്ടീഷ് പൗരനും സിംബാബ്വെ വംശജുമായ ഷുമെ ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിന് സമീപമുള്ള കെൻസിംഗ്ടണിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത്. അന്താരാഷ്ട്ര തലത്തിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇയാളെ കണ്ടെത്തിയതെന്നും അധികൃതർ വ്യക്തമാക്കി. ബെഡ്ഫോർഡ്ഷെയർ പോലീസ് സമർപ്പിച്ച തെളിവുകൾ പരിശോധിച്ച ശേഷമാണ് 3 കൊലക്കുറ്റങ്ങൾ ചുമത്താൻ ക്രൗൺ പ്രോസിക്യൂഷൻ സർവീസ് അനുമതി നൽകിയത്. ഷുമയുടെ ഭാര്യ നൊത്താബോ സാൻഡ്ലെ ഷുമ, മക്കളായ നറ്റാലി, നാല എന്നിവരെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുടുംബത്തെ ദിവസങ്ങളായി കാണാനില്ല എന്ന ആശങ്ക ഉയർന്നതിനെ തുടർന്ന് നടത്തിയ പോലീസ് പരിശോധനയാണ് തിങ്കളാഴ്ച മൂവരെയുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിന് 2 ദിവസം മുമ്പ് ഷുമ ഹിത്രോ വിമാനത്താവളം വഴി സിംബാബ്വെയിലേക്ക് യാത്ര ചെയ്തതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. തുടർന്ന് ഇന്റർപോൾ, നാഷണൽ ക്രൈം ഏജൻസി, ദക്ഷിണാഫ്രിക്കൻ സിംബാബ്വെ അധികൃതർ എന്നിവരുടെ സഹകരണത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. നിലവിൽ ദക്ഷിണാഫ്രിക്കയിൽ റിമാൻഡിലുള്ള ഷുമയെ ജോഹൻസ്ബർഗ് കോടതിയിൽ ഹാജരാക്കിയ ശേഷം UK-യിലേക്ക് കൈമാറുന്നതിനുള്ള നിയമ നടപടികൾ ആരംഭിക്കും. കേസ് സംബന്ധിച്ച ക്രിമിനൽ നടപടികൾ ആരംഭിച്ച സാഹചര്യത്തിൽ വിചാരണയെ ബാധിക്കുന്ന വിവരങ്ങളോ അഭിപ്രായങ്ങളോ പ്രസിദ്ധീകരിക്കരുതെന്നും ക്രൗൺ പ്രോസിക്യൂഷൻ സർവീസ് മുന്നറിയിപ്പ് നൽകി. മരിച്ച സാൻഡ്ലേക്കും മക്കൾക്കും ബന്ധുക്കളും സ്കൂൾ അധികൃതരും സഹപ്രവർത്തകരും ആദരാഞ്ജലികൾ അർപ്പിച്ചു.
യുകെയിലെ ലക്ഷക്കണക്കിന് പ്രവാസി മലയാളികളുടെ ദീർഘകാല ആവശ്യമായ കൊച്ചി യുകെ എയർ ഇന്ത്യ ഡയറക്ടഡ് വിമാന സർവീസ് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവുമായി ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് യുകെ കേരള ചാപ്റ്റേഴ്സിന്റെ നേതൃത്വത്തിൽ ശക്തമായ ഇടപെടലുകൾ തുടരുന്നു. കേരള ചാപ്റ്റേഴ്സ് പ്രസിഡന്റ് ഷൈനു ക്ലെയർ മാത്യുവിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 1.5 വർഷത്തിലേറെയായി തുടരുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഈ നിർണായകമായ ഇടപെടൽ. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് യുകെ യൂത്ത് വിംഗ് കോർഡിനേറ്റർ സുമിൻ വർഗീസിന്റെ നേതൃത്വത്തിൽ പത്തനംതിട്ട ലോക്സഭാ അംഗം ആന്റോ ആന്റണി എംപിക്ക് നേരിട്ട് കഴിഞ്ഞ ദിവസം നിവേദനം സമർപ്പിച്ചിരുന്നു. ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം, എയർ ഇന്ത്യ സിയാൽ അധികൃതർ, ഇന്ത്യൻ ഹൈക്കമ്മീഷണർ എന്നിവർക്ക് ഓൺലൈനായി നിവേദനം സമർപ്പിച്ചതിന് പുറമെയാണിത്. 2025 ജനുവരി 29 എയർ ഇന്ത്യ കൊച്ചി യുകെ ഡയറക്ടർ സർവീസ് നിർത്തലാക്കണമെന്ന് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് യുകെയിലെ പ്രവാസി കോൺഗ്രസ് സംഘടനകൾ വിവിധ തലങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ ആരംഭിച്ചിരുന്നു. യുകെയിൽ IOC, OICC സംഘടനകളുടെ ലയനശേഷം IOC യുകെ കേരള ചാപ്റ്റേഴ്സിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇടപെടലുകൾ തുടർന്നുപോരുന്നത്. ജനപ്രതിനിധികൾ, കേന്ദ്ര സർക്കാർ, എയർ ഇന്ത്യ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് എന്നിവരുമായി സംഘടന ആശയവിനിമയം നടത്തിവരികയാണ്. CIAL മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ് എയർ ഇന്ത്യ ഗ്രൂപ്പ് അധികൃതരുമായി നടത്തിയ ചർച്ചകൾ പ്രതീക്ഷ നൽകുന്നതാണെന്നും ആവശ്യമായ സാങ്കേതികവും റെഗുലേറ്ററി അനുമതികളും ലഭിക്കുന്നതോടെ സർവീസ് പുനരാരംഭിക്കാൻ എയർ ഇന്ത്യ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെന്നും വേതനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. 2020 ഓഗസ്റ്റിൽ ആഴ്ചയിൽ 3 ദിവസമായി ആരംഭിച്ച കൊച്ചി യുകെ ഡയറക്ടർ സർവീസ് യുകെയിലെ മലയാളി സമൂഹത്തിന് ഏറ്റവും പ്രയോജനകരമായ അന്താരാഷ്ട്ര വ്യോമപാതകളിലൊന്നായിരുന്നു. സർവീസ് നിർത്തലാക്കിയതോടെ വിദ്യാർത്ഥികൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും കുടുംബങ്ങൾക്കും ബിസിനസ് യാത്രക്കാർക്കും വലിയ സാമ്പത്തികവും സമയപരവുമായ ബുദ്ധിമുട്ടുകളാണ് നേരിടേണ്ടി വന്നത്. യുകെയിലെ ഏകദേശം 5 ലക്ഷം മലയാളികളുടെ യാത്ര, കുടുംബം, വിദ്യാഭ്യാസം, വ്യാപാര ആവശ്യങ്ങൾ ഇത് പ്രതികൂലമായി ബാധിക്കുന്നുവെന്നും നിവേദനത്തിൽ വ്യക്തമാക്കുന്നു. യുകെ സ്പെഷ്യൽ ന്യൂസ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.